ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്, റൂം വൈക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. നേരെ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ പോയിട്ട് എല്ലാവരും ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രി 8:15 ട്രെയിന്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. 8:15 8 മണിക്കാണ് ട്രെയിന്. തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇവിടുന്ന് 7 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത് സിറ്റിക്ക്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ തിരിഞ്ഞാം. ഞങ്ങളെ നടന്നിട്ടാണ് പോണത് ബസ് കയറാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കിഴക്കേക്കോട്ട ബസ്സിനാണ് കയറേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് പോയാലും അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. രാവിലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ, മഴ പെയ്യാത്തതേ. നല്ല മഴക്കാറ് വരുന്നുണ്ടാ. മഴ പെയ്യോ? മഴ പെയ്യടാ. ഞങ്ങളങ്ങനെ പെട്രോൾ പമ്പിൽ വന്ന് ഇറങ്ങിയിട്ട് ബസ് ഇവിടെ വന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കാണ്ട എല്ലാവരും. ഞങ്ങളുടെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തിട്ടോ, ഒരു ചെറിയ പൊടിമഴ. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അകത്ത് പോയി വന്നിട്ട് കാണട്ടോ. ഓക്കെ. രണ്ട് കൂട്ടാറുണ്ട്. ചിത്രാലയം മ്യൂസിയം. നമ്മൾ പുറകിൽ കാണുന്നതാണ് കുതിരാലയം എന്ന് പറയുന്ന കൊട്ടാരത്ത. കൊട്ടാരത്തിൻ്റെ പേര് തന്നെയാണ് തോന്നുന്നുണ്ട്, കുതിരാലയം എന്ന്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളതേ ചിത്രാലയം മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. 30 രൂപയുള്ളൂ. ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്കുണ്ടെങ്കിൽ 70 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തിനാടാ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഇവിടെ ക്യാമറയ്ക്ക് നോക്കടാ. ലിയ ബേബി ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. ഹായ് പറയ്. ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല കേട്ടോ.
അതായത് ഈ മ്യൂസിയത്തിൻ്റെ അകത്തെ മറ്റേ ഈ പഴയ രാജാക്കന്മാരുടെയും അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഫുള്ള് ഫോട്ടോ. 1700 സംതിങ് അങ്ങനത്തെ ആ സമയത്തുള്ള ഫോട്ടോ ഒക്കെ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അടുത്ത് പോണതേ അടുത്തൊക്കെ പോകണം പോകുന്നത് ചായ കുടിക്കാൻ എന്താ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എവിടെ പോവാ സൂ പോയേക്കാം. പുറത്തിറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാം. നല്ല വിശപ്പുണ്ട്, പോയി എന്തെങ്കിലും കഴിക്കാം. അതെ അതെ. നമുക്ക് ട്രെയിൻ എത്ര മണിക്ക് അറിയാമോ? അല്ല 8 മണിക്ക്. ഞങ്ങൾ വന്നപ്പോഴും ഇവിടുന്ന് ഇറങ്ങുമ്പോഴും നല്ല മഴ കേട്ടോ, നല്ല മഴ, അടിപൊളി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും കട്ടായി. അപ്പം ഇനിയിപ്പോൾ ഏതായാലും രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ ഒരു ആര്യഭവൻ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. യെസ്, ഇതാണ്. കഴിക്കാം. ഗൈസ്, 2ാം ദിവസം നല്ല മഴയാണ് ഗൈസ്. ഇതാ കാണുന്ന അമ്പലം. നമുക്കത് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങാൻ നിൽക്കാം. അപ്പോൾ നല്ല മഴ. നമ്മളേ മഴയപ്പോൾ അടുത്തൊരു ബിൽഡിങ്ങിൽ കയറിയതാണ്. നമുക്ക് സൂയിലേക്ക് പോകാനാണ്. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ പോരും, ഓട്ടോ ആഘോഷിക്കാണ്. അപ്പം ഞാനിവിടെ ഓട്ടോക്കാരോട് ഞാൻ ചോദിച്ച് എത്ര വാടക വെച്ചപ്പോൾ 100 രൂപയാണ്. അപ്പോൾ 2 വണ്ടി വിളിച്ച് പോകാതില്ല, ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ പോകില്ല. അപ്പോൾ വണ്ടി വിളിച്ചു തരാതെന്ന് പോയതാണ്. അപ്പോൾ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, മഴയായിട്ട് ആരും വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാ വണ്ടിയിൽ ഇട്ടു. പിന്നെ ആ വണ്ടി അവർ ഇറക്കിയിട്ട് കണ്ടിട്ട് വരും. എന്നിട്ട് അവരുടെ വണ്ടി തന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ആൾക്ക് തന്നെ ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ തോന്നുന്നത്. ഇവിടെയൊക്കെ ആകെ വെള്ളം കയറിയുണ്ട് അല്ലേ? വെള്ളം ഇത് വെള്ളല്ലേ? നല്ല വെള്ളം റോഡിലൊക്കെ. എന്താ പറഞ്ഞ് പറ. നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. കാണുന്നു സിംഹവാലൻ കുരങ്ങാണെന്ന് തോന്നാ തന്നെ കണ്ടോ. ഇതിൻ്റെ അകത്ത് ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടോട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും കമൻട്രി പറയുന്നില്ല. ഹായ് ലിയോ ബേബി, കണ്ടോ പോത്തിനെ കണ്ടോ? ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. നല്ല മഴയാണ്. ഞങ്ങൾ സൂവിൻ്റെ അകത്താണ്. നല്ല മഴയാണ്. ഇതൊരു റെസ്റ്റിംഗ് ഏരിയ കേട്ടോ. റെസ്റ്റിംഗ് ഏരിയ ഉണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഇരിക്കുകയാണ്. കാട്ടുപോത്ത് അല്ല, പുള്ളിമാൻ.
എന്തായാലും എവിടെ കയറി നമ്മൾ വിചാരിക്കും പോയി ഇതിലൂടെ കൂടെ വെള്ളം പോകുന്നു. ഇവിടെ കണ്ടു തീർക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. മഴ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എവിടെയൊന്നും നിന്നിട്ടില്ല. പെട്ടെന്നെല്ലാം കണ്ടു തീർക്കുന്നുണ്ട്. അപ്പോഴേ ജയിലിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ എടുക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ സൂയിൽ നിന്ന് തിരിച്ചു പോകും കേട്ടോ. നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ്. അതിന് മുന്നേ നമുക്ക് ലഗേജൊക്കെ അവിടെ നടക്കണം. അപ്പോൾ ഞങ്ങൾ 2 ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ പിന്നെ ഊബറൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് സൗകര്യമാണ്. ഞങ്ങൾ വന്ന വഴിയിലൊക്കെ വെള്ളം കയറിയിട്ട് നമ്മളിവിടെ ഇറങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരത്തോട് ഇവിടെ പറഞ്ഞു യാത്ര പോവാണ്. ട്രെയിൻ എത്തിയിട്ടില്ല കേട്ടോ. ട്രെയിനിന് വേണ്ടി കാത്ത് കാണും. ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരിച്ച് ഞങ്ങൾ രാജറാണിക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, രാജറാണി ലേറ്റ് ആണെന്നാണ് തോന്നുന്നത്. സമയം 9:02. ഇതുവരെ വണ്ടിയൊന്നും കണ്ടില്ല. ഗൈസ്, പടിപ്പാളി ഗൈസ്. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണ് ഗൈസ്. 10 മണി ഗൈസ്, ഇതുവരെ വന്നില്ല ഗൈസ് ഞങ്ങളുടെ വണ്ടി. ഈ റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫാനോ ഒരു ബെഞ്ചോ ഒന്നുമില്ല. ആടോ, പക്ഷെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്മൾ വന്ന് ഇറങ്ങി അവിടെ കുഴപ്പമില്ല. അവിടെ ഒക്കെ ഉണ്ട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അത്ര സൗകര്യങ്ങളൊന്നുമില്ല. നമ്മളെ വണ്ടി വന്നു ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി കയറി ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം എത്തി ഗൈസ്. എന്ത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിന് ഓടുന്നത്. അതുകൊണ്ട് ഞാൻ കൂടെ എത്തിയപ്പോൾ ഏകദേശം നേരം വെളുത്തു. ഏതായാലും നേരെ വീട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ നാട്ടിലെ കോടമഞ്ഞ കണ്ടോ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.